ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലീലാസ് ടോക്ക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നതിന്, എൻ്റെ വീഡിയോസ് കാണുന്നതിന് ഒരുപാട് നന്ദിയും സ്നേഹം നിങ്ങളെല്ലാവരോടും ഉണ്ട്. തുടർന്ന് നിങ്ങളുടെ നന്ദിയും സ്നേഹവും എല്ലാം അഭ്യർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോയുടെ സബ്ജക്റ്റ്, നമ്മൾ ഈ മോർണിംഗിലും നൈറ്റിലും ഒക്കെ നമുക്ക് ഈ വിഷസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ് മോർണിംഗ് വിഷസും ഗുഡ് നൈറ്റ് വിഷസും ഒക്കെ വിടാറില്ലേ. അപ്പോൾ അതിൻ്റെ അകത്തിൽ ചില അതിൻ്റെ അകത്ത് മെസ്സേജിനകത്തിലൊക്കെ പലപ്പോഴും എനിക്കും വന്നിട്ടുണ്ട്, സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ഇന്ന് അതിനെപ്പറ്റിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ സ്നേഹം കൊടുത്താൽ സ്നേഹം തിരിച്ചു കിട്ടുമോ? എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ, എൻ്റെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഇല്ല, 100% ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം എന്നാന്ന് ചോദിച്ചാൽ, സ്നേഹം കൊടുത്ത് നമുക്ക് കിട്ടുന്നത് മൊത്തം എന്താണെന്ന് ചോദിച്ചാൽ തിരിച്ചാണ്. വിദ്വേഷവും സ്നേഹവും, സ്നേഹത്തിന് പകരം വിദ്വേഷവും, നമ്മുടെ നന്മയ്ക്ക് പകരം തിന്മയും, അതുപോലെ തന്നെ നമ്മുടെ ഉപകാരങ്ങൾക്ക് പകരമെല്ലാം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടികളാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടുമെന്ന് പറയുന്നത് വെറും ഇന്നൊരു വാചകമായിട്ട് മാറിയിരിക്കുകയാണ്. സ്നേഹം കൊടുത്താൽ ഒന്നും കിട്ടത്തില്ല, സ്നേഹം കൊടുത്താൽ വിദ്വേഷം മാത്രമേ കിട്ടത്തുള്ളൂ. സ്നേഹം കൊടുത്താലും ഉപകാരം കൊടുത്താലും ഇന്ന് നമുക്ക് വിദ്വേഷവും ഒറ്റപ്പെടലും അവഗണനയും മാത്രമേ കിട്ടത്തുള്ളൂ. അത് ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്ന കാര്യമാണ്. എൻ്റെ അനുഭവം വെച്ചാണ് ഞാൻ ഓരോ വീഡിയോകളും ചെയ്യുന്നതും പറയുന്നതും എല്ലാം. അപ്പം സ്നേഹം കൊടുത്തിട്ട് സ്നേഹം കിട്ടിയിട്ടുണ്ടോ? ഇതൊരു ചോദ്യമാണ്. നമ്മൾ സ്നേഹം കൊടുത്തവർക്കെല്ലാം സ്നേഹം കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ സ്നേഹം കൊടുത്തവരൊക്കെ നമ്മളോട് തിരിച്ച് അതേ അളവിലൊന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഒരു 100% സ്നേഹം കൊടുത്തെങ്കിൽ ഒരു 2% പോലും സ്നേഹം തിരിച്ചു തരാത്ത, 1% പോലും സ്നേഹം തിരിച്ചു തരാത്ത ആൾക്കാരുടെ അനുഭവം എനിക്കുണ്ട്. അപ്പം നമ്മൾ സ്നേഹം കൊടുത്തിട്ട് സ്നേഹമൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. നന്മ ചെയ്തോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തിന്മ ലഭിക്കും. പിന്നെ നമ്മൾ ഈ സ്നേഹവും നന്മയും ചെയ്യുന്നത് എന്നും കണ്ട് ഇങ്ങനെ നമുക്ക് തിരിച്ചടികൾ കിട്ടിയെന്ന് പറഞ്ഞാലും, നമ്മൾ ഈ സ്നേഹവും നന്മയും കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾ വിട്ടുകളയരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ആയിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അത് ഒരാൾ കാണുന്നുണ്ട്. നമ്മൾ കൊടുത്ത സ്നേഹമോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത നന്മയോ നമ്മൾ കൊടുത്ത വിശ്വാസമോ നമുക്ക് തിരിച്ചത് ലഭിക്കാതെ വരുന്ന സമയത്ത് നമ്മുടെ ഹൃദയം നമുക്കറിയത്തില്ല, അത് നമുക്ക് ഉദ്ദേശിക്കാത്തവരിൽ നിന്ന് കിട്ടുമ്പോൾ, അങ്ങനെയുള്ള തിരിച്ചടികൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ വേദനയൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. അത് ആരോടും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ ആ വേദന മുകളിലെ തമ്പുരാൻ കാണുന്നുണ്ട്, ദൈവം കാണുന്നുണ്ട്. ആ ഹൃദയത്തെ കീറി മുറിക്കുന്ന ആ വേദനയിൽ നിന്നും നമ്മുടെ കണ്ണിൽ നിന്ന് ഉതിർന്ന് ഹൃദയം നോവുമ്പോഴാണല്ലോ കണ്ണുനീര് വീഴുന്നത്. അപ്പം ഹൃദയം നോവുമ്പോഴാണ് ഈ കണ്ണുനീര് വീഴുന്നത്. അത് ദൈവം കാണുന്നുണ്ട്. ആരും നമ്മളെ കാണുന്നില്ല. നമ്മുടെ കണ്ണുനീര് അല്ലെങ്കിൽ നമ്മൾ സ്നേഹം കൊടുത്ത് നമുക്ക് കിട്ടിയൊന്നും ആരും കാണുന്നില്ല. അപ്പോൾ സ്നേഹം കൊടുത്തിട്ട് ഒരു വാക്കുപോലും തിരിച്ച് പറയാത്തവരെ, ആ ചെയ്തവരെ എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഞാൻ സ്നേഹവും നന്മയുമേ ചെയ്തിട്ടുള്ളൂ. അത് സുഹൃത്തുക്കൾക്കായാലും കുടുംബത്തിലുള്ളവർക്കായാലും ബന്ധത്തിലുള്ളവർക്കായാലും ആർക്കാന്ന് പറഞ്ഞാൽ നല്ല സത്യസന്ധമായിട്ട് തന്നെ എനിക്ക് അത് പറയാവുന്ന കാര്യമാണ്. അപ്പം നമ്മൾ സ്നേഹം പകർന്നു കൊടുക്കും തോറും നമുക്ക് ലഭിക്കുന്ന എന്താണെന്നറിയാമോ? നമുക്ക് കിട്ടുന്നത് വഞ്ചനയും പറ്റിക്കലും കാര്യങ്ങളുമാണ് നമുക്ക് കിട്ടുന്നത്. സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹിക്കപ്പെട്ടാൽ സ്നേഹം കിട്ടും എന്നൊക്കെ പറയുന്നതൊക്കെ വെറും ഇപ്പം പാഴ്വാക്കായിട്ട് മാറിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എന്താണ് സ്നേഹവും വിശ്വാസമൊക്കെ? നമ്മളിപ്പം ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലുള്ളതോ, നമ്മുടെ ഭർത്താവിനെയോ, നമ്മുടെ മക്കളെയോ, നമ്മുടെ ബന്ധുക്കളെയോ, നമ്മുടെ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണല്ലോ സ്നേഹമെന്ന് പറയുന്നത്. അതാണല്ലോ, സുഹൃത്തുക്കൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവരെ കൊണ്ട് നമുക്ക് ചെയ്യാവുന്നത് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ, ഇവരെയൊക്കെയാണല്ലോ നമ്മൾ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ട്. അപ്പം നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർക്കാണ് വിഷമം, അല്ലാത്തവർക്ക് പ്രശ്നമില്ല.
ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർക്കും ആത്മാർത്ഥമായിട്ട് നന്മ ചെയ്യുന്നവർക്കും ആത്മാർത്ഥമായിട്ട് സകല കാര്യങ്ങളും സത്യസന്ധതയോടെയും ചെയ്യുന്നവർക്ക് മാത്രമാണ് തിരിച്ചടികൾ കിട്ടുന്നത്. അല്ലാത്തവർക്ക് പ്രശ്നമില്ല. ഈ ഒരാളെ പറ്റിച്ചിട്ട് പിന്നെ അടുത്ത ആളെയും പറ്റിച്ചിട്ട് പോയി, പിന്നെ അടുത്ത ആളെയും പറ്റിച്ച് പോയി, അവർക്ക് കാരണം അവർ പറ്റിക്കലിൻ്റെ ആൾക്കാരാണ്. അവർക്കത് ഇല്ല. അവർക്ക് സ്നേഹം ഇങ്ങനെ അവർ വാരി വിതറിപ്പോകുന്നവരാണ്. വാരി വിതറിപ്പോകുന്നവർക്കാണ്. അവർക്ക് ഒരാളിൽ നിന്ന് മാത്രമുള്ള സ്നേഹമൊന്നും അവർക്ക് ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഒരാൾ മാത്രമെന്നും പറഞ്ഞ് വിശ്വസിച്ച് ചിന്തിച്ച് അങ്ങനെ സ്നേഹിക്കുന്നവർക്കാണ് തിരിച്ചടികളുണ്ടാകുന്നത്. അത് മക്കളിൽ നിന്നാകാം, മരുമക്കളിൽ നിന്നാകാം, ഭർത്താവിൽ നിന്നാകാം, ഭാര്യയിൽ നിന്നാകാം, മക്കളിൽ നിന്നാകാം, സുഹൃത്തുക്കളിൽ നിന്ന്, എല്ലാവരിൽ നിന്നും ഉണ്ട്. അപ്പം നമ്മൾ സ്നേഹം കൊടുത്താൽ, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് സ്നേഹമൊന്നും, ഞാൻ സ്നേഹിച്ചു, എല്ലാവരെയും സ്നേഹിച്ചു. എൻ്റെ ജീവിതത്തിൽ പറയാൻ ഞാൻ എൻ്റെ കുടുംബത്തെ സ്നേഹിച്ചു, മക്കളെ സ്നേഹിച്ചു, ഭർത്താവിനെ സ്നേഹിച്ചു, സഹോദരങ്ങളെ സ്നേഹിച്ചു, ഭർത്താവിൻ്റെ വീട്ടുകാരെ സ്നേഹിച്ചു, അമ്മയച്ഛനെയും അമ്മായിമ്മയും എൻ്റെ അച്ഛനെയും അമ്മയും പോണക്ക് അവരെല്ലാവരെയും ഒരു പോണക്ക് തന്നെ കണ്ട് സ്നേഹിച്ചു. പക്ഷെങ്കിൽ ഇവരിൽ നിന്നൊക്കെയും ആത്മാർത്ഥമായ ഒരു സ്നേഹം തിരിച്ചു കിട്ടിയോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയില്ല എന്ന് പറയും. ഇല്ല. അപ്പം നമ്മൾ സ്നേഹം കൊടുത്തിട്ട് നമുക്ക് സ്നേഹം കിട്ടുമെന്ന് പറയുന്നത് ചുമ്മാ പാഴ്വാക്കാണേന്നേ. ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്നേ. സ്നേഹിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ ആത്മാർത്ഥതയോടെ സ്നേഹിച്ചോ. ഇപ്പം നമ്മൾ അല്ലാതെ സ്നേഹിച്ചോ, പുറമേ ഒലിപ്പിച്ച് സ്നേഹവും കാര്യങ്ങളും കാണിക്കുകയാണെങ്കിലും ഒക്കെ, പക്ഷെങ്കിൽ ഹൃദയത്തിൽ നിന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് നൊന്ത് വിശ്വസിച്ച് നമ്മൾ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിന് തിരിച്ച് നമുക്കൊന്നും കിട്ടത്തില്ല. കാര്യം സാധിക്കുന്നിടം വരെ ഓരോരുത്തർ സ്നേഹിക്കും. അവനവൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അവരവർ സ്നേഹിക്കും. അത് മക്കളായാലും കൊള്ളാം, മരുമക്കളായാലും കൊള്ളാം, സുഹൃത്തുക്കളായാലും കൊള്ളാം, ആരായാലും കൊള്ളാം. എന്തെങ്കിലും അവർക്ക് നമ്മളിൽ നിന്ന് പ്രാപിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ആ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവർ നമ്മളെ പഞ്ചാര ചക്കര കാര്യവും എല്ലാം പറഞ്ഞിട്ട് അവരുടെ ചോറിപ്പുറത്തും കൂറപ്പുറത്തുമായിരിക്കും. അങ്ങനെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അവർക്ക് എന്തെങ്കിലും കൂട്ടുകാരായാലും അവർക്ക് എന്തെങ്കിലും സാധിച്ചെടുക്കാൻ അവർക്കെല്ലാം ഒരു സഹായം വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വേണം. അതുകൊണ്ട് തന്നെ മക്കളായാലും എല്ലാം ഇന്നത്തെ മക്കൾക്കൊന്നും അങ്ങനെ സ്നേഹമില്ലാത്ത കൂട്ടത്തിലാണ്. അത് വേറൊരു സത്യം. അപ്പം മക്കളായാലും മരുമക്കളായാലും ഇന്ന് എത്ര പേര് സ്വന്തം അപ്പനെയും അമ്മയും സ്നേഹിക്കുന്നു, എടുക്കുന്നു. അപ്പം സ്നേഹം എന്തുവാണ്? സ്നേഹം വെറും ഒരു വാക്കായിട്ട് മാറിയിരിക്കുന്നു. സ്നേഹമൊന്നും ഇന്നത്തെ കാലത്ത് ആത്മാർത്ഥ സ്നേഹമൊന്നുമില്ല. ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും അവർക്ക് വഞ്ചന ലഭിക്കുകയും ചെയ്യും. അവർക്ക് തിന്മ തിരിച്ച് ലഭിക്കുകയും ഒത്തിരി ദുഃഖിക്കേണ്ടി വരും. ഒത്തിരി ഹൃദയത്തിൽ ആഴത്തിലെ മുറിവ് അവർക്ക് കിട്ടും. അത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാനീ പറയുന്നത്. അതുകൊണ്ട് എന്നും കണ്ട് നമ്മൾ മനുഷ്യർക്ക് നന്മ ചെയ്യാതെ ഇരിക്കുമോ, ഉപകാരം ചെയ്യാതിരിക്കുമോ എന്ന് നമ്മൾ ചെയ്യരുത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മളിൽ നന്മയുള്ളത് കൊണ്ടായിരിക്കും നമ്മളത് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളിൽ നല്ലൊരു ഹൃദയം, നല്ലൊരു മനസ്സ് ദൈവം തന്നിരിക്കുന്നതുകൊണ്ടായിരിക്കും നമ്മളങ്ങനെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സലിയുകയും അല്ലെങ്കിൽ നമ്മളിലെ സിമ്പതിയും നമ്മൾ ഹമ്പിളായിട്ടൊക്കെ ഇരിക്കുന്നതൊക്കെ അത് ദൈവത്തിൻ്റെ കൃപയുള്ളവർക്കും അനുഗ്രഹമുള്ളവർക്കുമാണ് ഇത് പറ്റത്തുള്ളൂ. അപ്പോൾ അത് ദൈവം തന്നിരിക്കുന്ന മനസ്സും ഹൃദയമാണ്. അപ്പം അവർ ചെയ്തതിന് പകരം നമ്മൾ തിരിച്ച് ചെയ്യുകയാണെങ്കിലും, അല്ലെ ആര് നമ്മളോട് ഇതായിട്ട് ചെയ്തു അവർക്ക് തിരിച്ച് ചെയ്യുകയാണെങ്കിലും പിന്നെ നമ്മളും അവരെ പോണൊക്കെ ആയിപ്പോകും. അതുകൊണ്ട് നമ്മൾ സൈലൻ്റായിട്ടിരിക്കുക. നമ്മൾക്ക് ഉള്ള പ്രതിഫലം ദൈവം തമ്പുരാൻ എവിടെയെങ്കിലുമൊക്കെ ഒരുക്കി തരും. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ അത് കർമ്മഫലം ലഭിക്കുമെന്നല്ല പറയുന്നത്. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ എന്നാണല്ലോ. അപ്പം എന്ത് കർമ്മം ചെയ്യുന്നു അതിൻ്റെ അനുസരിച്ചുള്ള ഫലം ഈശ്വരൻ തരുമെന്നാണല്ലോ ഉപനിഷത്തുകളിലെല്ലാം പറയുന്നത്. അപ്പം പിന്നെ നമ്മൾ നന്മ ചെയ്തുകൊണ്ടേയിരിക്കുക. സ്നേഹം, നമ്മൾ കൊടുക്കുന്ന സ്നേഹവും വിശ്വാസവും നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. എന്നാലും നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക, നന്മ ചെയ്യുക മറ്റുള്ളവർക്ക്. അതുകൊണ്ട് ഈ മെസ്സേജുകളിലൊക്കെ വരുന്ന സ്നേഹം കൊടുത്താൽ സ്നേഹം തിരിച്ചു കിട്ടുമെന്ന് പറയുന്നത് വെറും പാഴ്വേക്കാണ്. കാരണം
അതിൻ്റെ ഏറ്റവും അടുത്ത അനുഭവമുള്ള ഒരു ഉദാഹരണമുള്ള ഒരാളാണ് വ്യക്തി. അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്നും പറയുന്നത്. സ്നേഹം കൊടുക്കും തോറും, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും നമ്മുടേതെന്ന് കരുതി എല്ലാം നമ്മൾ സ്നേഹം കൊടുക്കും തോറും നമ്മൾ പറ്റിക്കപ്പെടുകയും നമ്മൾ വഞ്ചിക്കപ്പെടുകയും ചെയ്യത്തുള്ളൂ. നമുക്ക് ആഴത്തിലുള്ള വേദനയും ദുഃഖവും മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. അങ്ങനെയാണ് ഓരോ മനുഷ്യർക്കും കിട്ടുന്നത്. ആത്മാർത്ഥത എവിടെ കാണിച്ചിട്ടുണ്ടോ അവിടെ തിരിച്ചടികളുണ്ട്. ആത്മാർത്ഥത ആർക്ക് ചെയ്തോ അവിടെ തിരിച്ചടികളുണ്ട്. ആത്മാർത്ഥത ഇല്ലാത്തവർക്ക് പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമില്ല. അവർക്ക് ഇതൊന്നും അവരുടെ ഹൃദയത്തിലൊന്നും ബാധിക്കത്തില്ല. അവർക്ക് ഹൃദയത്തിൽ വേദനയും കാര്യങ്ങളും ഒന്നും എടുക്കത്തില്ല. ഈ ആത്മാർത്ഥതയോടെ ചെയ്യുന്നവരും പ്രവർത്തിച്ചവരും സ്നേഹിച്ചവരും സഹകരിച്ചവർക്കുമാണ് വിഷമം ഉണ്ടാകുന്നത്. മറ്റുള്ളവർക്ക് അങ്ങനെ ഉണ്ടാകത്തില്ല. കാരണം അതവരുടെ സ്ഥിരം ഒരു പരിപാടിയാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികളെന്ന് പറയുന്നത്. അപ്പോൾ അത് ആരാന്ന് പറഞ്ഞാലും, സുഹൃത്തുക്കളായാലും ബന്ധത്തിലുള്ളവരായാലും മക്കളായാലും ആരായാലും, ആർക്കും നമ്മൾ സ്നേഹം കൊണ്ടിട്ട് നമുക്ക് ആ സ്നേഹമൊന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. എങ്കിലും സാരമില്ല, നമ്മുടെ കടമ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടുമെന്നുള്ള ആ ഒരു മെസ്സേജിനോട് ഒട്ടും തന്നെ എനിക്ക് യോജിപ്പില്ല. കാരണം ഇല്ല. സ്നേഹം കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ ആരെയെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരെയെങ്കിലും ആത്മാർത്ഥമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഉപകാരം ചെയ്തിട്ടുണ്ടോ? ഉറപ്പായിട്ട് നിങ്ങൾക്ക് തിരിച്ചടി ലഭിക്കും. അവരിൽ നിന്ന് ആരിൽ നിന്നും നിങ്ങൾക്ക് ഒന്നും പ്രതീക്ഷിക്കേണ്ട. തിരിച്ച് തിന്മയും വിദ്വേഷവും ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ലഭിക്കാൻ പോകുന്നുള്ളൂ. അപ്പം ഈ കാണുന്നത് ഈ മെസ്സേജുകളിൽ എന്തെല്ലാം മെസ്സേജുകൾ വരുന്നു. ഗുഡ് നൈറ്റ് മെസ്സേജിലും ഗുഡ് മോർണിംഗ് മെസ്സേജുകളൊക്കെ എന്തേരം മെസ്സേജുകൾ ആലേഖനം ചെയ്ത് നമുക്ക് വരുന്നു. നമ്മൾ പരസ്പരം കൈമാറുന്നു, വിടുന്നു, എടുക്കുന്നു. പക്ഷെങ്കിൽ അതിൻ്റെ അകത്തിലെ എത്ര സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടുമെന്നുള്ളതിനകത്തിൽ യാതൊരു വിശ്വാസവും ഇല്ല. അനുഭവത്തിൽ നിന്നുമാണ് പറയുന്നത്. ഇല്ല. നിങ്ങൾ നല്ലത് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് ചീത്തത് ലഭിക്കും. നിങ്ങൾ നന്മ ചെയ്തിട്ടുണ്ടോ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് തിന്മ ലഭിക്കും. നിങ്ങൾ നല്ലത് പറഞ്ഞിട്ടുണ്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ച് ചീത്ത വിളി കേൾക്കും. അപ്പോൾ എന്തൊരു നന്മപ്രവൃത്തികൾ ചെയ്താലും എടുത്താലും ഹൃദയത്തിൽ നിന്ന് നമുക്കൊരു സന്തോഷമുണ്ട്. നമ്മൾ ഈ നന്മ ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ ഒരു വേട് കൊണ്ടായാലും അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഏത് തരത്തിലാണെങ്കിലും ചെറുതാന്ന് പറഞ്ഞാലും നമ്മൾ ഈ ഒരു ചെറുതാന്ന് പറഞ്ഞാൽ നമ്മളൊരു നന്മ ചെയ്യുമ്പോഴേ അത് ദൈവം സന്തോഷിക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ ചെറുതാന്ന് പറഞ്ഞാൽ അത് മിണ്ടാപ്രാണിക്കായാലും കൊള്ളാം, മനുഷ്യർക്കായാലും നമ്മൾ ചെയ്യുമ്പോൾ അത് ദൈവത്തിന് നന്മ ചെയ്യുന്നവരെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. നന്മ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ മടുത്തു പോകരുതെന്നാണ് ദൈവം പറയുന്നത്, ബൈബിളിലെ വചനം പറയുന്നത്. അപ്പം നമ്മളതുകൊണ്ട് അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു തിരിച്ച് നമുക്ക് ആരും തന്നില്ല എടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ മുകളിൽ ഒരാൾ കാണുന്നുണ്ട്, ദൈവം കാണുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനം ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അത് സമയമെടുക്കും. നമുക്കിപ്പം എത്രയോ ഓരോ ദുർഘടനങ്ങളും കാര്യങ്ങളും അതും ഇതുമൊക്കെ നമ്മൾ വരുന്ന സമയത്തൊക്കെ നമ്മളെ ഓരോ ദിവസം ദൈവം നമ്മളെ ആപത്തും അനർത്ഥങ്ങളും ഒന്നും ഇല്ലാതെ നമ്മളെ കാക്കുന്നില്ലേ? അതുതന്നെ ഭയങ്കര ഒരു അനുഗ്രഹമല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് അതിനൊരു പ്രതിഫലം ഉണ്ട്, നിശ്ചയം. അത് ഉറപ്പായിട്ടും ഉണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ. അതുകൊണ്ട് സ്നേഹം കൊടുത്താലേ സ്നേഹം കിട്ടുമെന്ന് ഒരിക്കലും ആരും പ്രതീക്ഷിക്കേണ്ട. സ്നേഹം തിരിച്ചു കിട്ടുമെന്നോർത്ത് ആരെയും സ്നേഹിക്കേണ്ട. കാരണം അതിനെ തിരിച്ചു കിട്ടത്തില്ല. അതൊക്കെ മെസ്സേജ് ചുമ്മാ അത് ഓരോന്ന് ആലേഖനം ചെയ്ത് വിടുന്നതാണ്. ആ മെസ്സേജിന് എൻ്റെ ഇതിലാണ് സ്നേഹം എന്ന ഒരു വാക്കിൻ്റെ സ്നേഹം എന്താണെന്ന് പോലും ഇപ്പം ആ വാക്കിൻ്റെ തന്നെ അർത്ഥം വെത്തില്ലാതായിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഈ വീഡിയോയിൽ കൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, സ്നേഹം കൊടുത്തിട്ട് നമുക്ക് സ്നേഹം കിട്ടത്തില്ല. നന്മ ചെയ്തിട്ട് നമുക്ക് നന്മ തിരിച്ച് കിട്ടത്തില്ല. നമ്മുടെ നല്ല പ്രവൃത്തികളെല്ലാം തിന്മയും വിദ്വേഷവും എല്ലാമേ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. എങ്കിലും നമ്മൾ നന്മ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മളും അവരെ പോണക്കാകരുതല്ലോ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളും അവരും ഒരു പോണക്കായി പോവും. അതാണ്. അതുകൊണ്ട് നല്ലത് ചെയ്യുക, നമ്മളെല്ലാവരെയും നല്ലതായിട്ട് സ്നേഹിക്കുക. തിരിച്ചുള്ളവർ എങ്ങനെ ചെയ്യുന്നു എടുക്കുന്നു അത് അവരുടേതായിട്ടായിക്കോട്ടെ കർമ്മഫലം. അത്രയേ ഉള്ളൂ. ഇന്ന് ഈ വീഡിയോയിൽ കൂടെ ഞാനിതാണ് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും സ്നേഹിക്കുക. പക്ഷെങ്കിൽ തിരിച്ചൊരിക്കലും സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടുമെന്ന് വിചാരിച്ച്, നന്മ കൊടുത്താലും നന്മ തിരിച്ച് കിട്ടുമെന്ന് വിചാരിച്ച്, നല്ലത് പറഞ്ഞാൽ നല്ലത് തിരിച്ച് കിട്ടുമെന്ന് ഓർത്ത് ഒരിക്കലും നമ്മളാരും ചെയ്യരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്.
അപ്പോൾ ശരി, ഇനി നാളെ ഒരു വീഡിയോ ആയിട്ട് വരും. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും കാണാം.